العلم قم لا تنم فإن الزمان يا طالب العلم قم لا تنم فإن الزمان انقضى وانصرم فكن ما حييت ضنينا به فظنك بالوقت عين الكرم وكن حلس درسك وافرح به تكن قائدا في غد للأمم. السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. സ്നേഹധരണീയരായ സത്യവിശ്വാസിനികളെ, സൂറത്തു സജ്ദയുടെ 11-ാമത്തെ പാർട്ടിൽ 28-ാമത്തെ ആയത്ത് മുതൽ 30-ാമത്തെ ആയത്ത് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സൂറത്തു സജ്ദ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ ക്ലാസ്സാണ് ഈ പാർട്ട് 11. 28-ാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വയഖൂലൂന മതാ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സ്വാദിഖീൻ. അവർ പറയുന്നു, എപ്പോഴാണ് ഈ വിജയം അഥവാ തീരുമാനം, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ. വയഖൂലൂന അവർ പറയുന്നു, മത എപ്പോഴാണ്, ഹാദൽ ഫത്ഹ് ഈ തുറവി, വിജയം, ഈ തീരുമാനം എപ്പോഴാണ്, ഇൻ കുന്തും നിങ്ങളാണെങ്കിൽ, സ്വാദിഖീൻ സത്യവാന്മാർ. അപ്പോൾ അവിശ്വാസികളായ ആളുകൾ, ബഹുദൈവാരാധകർ പ്രവാചകരോടും കൂട്ടരോടും പറയുകയാണ്, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഞങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന ആ ശിക്ഷ തീരുമാനിക്കപ്പെടുന്ന ദിവസം എപ്പോഴാണ് എന്ന് പറഞ്ഞു തരൂ മുഹമ്മദേ എന്നാണ് അവിശ്വാസികൾ ചോദിക്കുന്നത്. ഫത്ഹ് എന്ന പദത്തിന് തുറവി, വിജയം, തീരുമാനം, ആശ്വാസം എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ഇവിടെ തീരുമാനം, ഒരു വിഷയത്തിൻ്റെ തീരുമാനം എടുക്കുക എന്നതിനെ പറ്റിയാണ്, എന്നതിനെ സൂചിപ്പിക്കാനാണ് ഈ ഫത്ഹ് എന്ന പദം അല്ലാഹു സുബ്ഹാനഹു വ തആല 28-ാമത്തെ ആയത്തിൽ പ്രസ്താവിക്കുന്നത്. അപ്പോൾ യൗമുൽ ഫത്ഹ് എന്നാകുമ്പോൾ വിജയത്തിൻ്റെ ദിവസം, തീരുമാനത്തിൻ്റെ ദിവസം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടുത്തെ ഉദ്ദേശം തീരുമാനം, തീർപ്പാക്കുന്നതിൻ്റെ ദിവസം എന്നതാണ്. ഇതേ ഒരു പദം മഹാനായ ശുഐബ് നബിയുടെ പ്രാർത്ഥനയായിക്കൊണ്ട് സൂറത്തുൽ അഅറാഫിൻ്റെ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, റബ്ബന ഫ്തഹ് ബൈനനാ വബൈന ഖൗമിനാ ബിൽ ഹഖ് വഅൻത ഖൈറുൽ ഫാത്തിഹീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ ജനങ്ങൾക്കുമിടയിൽ നീ സത്യപ്രകാരം തീർപ്പുണ്ടാക്കണമേ, നീയാണ് തീർപ്പുണ്ടാക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ എന്നാണ് മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത്. എന്നാൽ ഇവിടുത്തെ ഫത്ഹ് എന്ന പദത്തിൻ്റെ ഉദ്ദേശം ഫത്ഹ് മക്കയാണ് എന്നും അതുപോലെ തന്നെ മുസ്ലിങ്ങൾ, വിശ്വാസികൾ വിജയിക്കാനിരിക്കുന്ന ബദറിൻ്റെ ദിനത്തെപ്പറ്റിയാണ് എന്നും മുഫസ്സിറുകൾക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ഈ അഭിപ്രായം ശരിയല്ല, അത് വാസ്തവ വിരുദ്ധമായാണ് വരിക എന്ന് മഹാനായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അപ്പോൾ ശരിയായ അഭിപ്രായം ഒന്നാമത്തെ, ഖിയാമത്ത്, യൗമുൽ ഖിയാമ, അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും ഇടയിൽ അവരുടെ പര്യവസാനത്തിൽ, അവരുടെ പ്രതിഫലത്തിൽ തീർപ്പ് കൽപ്പിക്കുന്ന ആ ഒരു ഖിയാമത്ത് നാൾ തന്നെയാണ് ഇവിടുത്തെ ഉദ്ദേശമെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി 29-ാമത്തെ ആയത്ത്, ഖുൽ യൗമൽ ഫത്ഹി ലാ യൻഫഉൽ ലദീന കഫറു ഈമാനുഹും വലാ ഹും യുൻദറൂൻ. നബിയെ പറയുക, വിജയത്തിൻ്റെ അഥവാ തീരുമാനത്തിൻ്റെ ദിവസം അവിശ്വസിച്ചവരായ ആളുകൾക്ക് അവരുടെ അപ്പോഴത്തെ വിശ്വാസം ഫലം ചെയ്യുന്നതല്ല, അവർക്ക് കാലാവധി നൽകി താമസം ചെയ്തു കൊടുക്കപ്പെടുന്നതുമല്ല. ഖുൽ പറയുക, യൗമുൽ ഫത്ഹി തുറവിയുടെ ദിവസം, തീരുമാനത്തിൻ്റെ ദിവസം, ലാ യൻഫഉ ഉപകാരം ചെയ്യുകയില്ല, ഫലപ്പെടുകയില്ല തന്നെ, അല്ലദീന കഫറു അവിശ്വസിച്ചവർക്ക്, ഈമാനുഹും അവരുടെ വിശ്വാസം, വലാഹും അവരില്ലതാനും, യുൻദറുൻ താമസം ചെയ്തു കൊടുക്കപ്പെടുക, ഒഴിവ് നൽകപ്പെടുക. അപ്പോൾ ആ വിധി തീർപ്പാക്കുന്ന ദിവസത്തിൽ, ഖിയാമത്ത് നാളിൽ
നിങ്ങൾ ശിക്ഷിക്കപ്പെടുമെന്നും നിങ്ങളുടെ ഈ ബഹുദൈവ വിശ്വാസം യാതൊരു ഉപകാരവും ചെയ്യുകയില്ലെന്നും ഖേദിച്ചു മടങ്ങാൻ അന്നത്തെ ദിവസത്തിൽ ഒട്ടും അവസരം ലഭിക്കുകയില്ലെന്നും അവരോട് പറഞ്ഞേക്കുക നബിയെ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല 29-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ബഹുദൈവ വിശ്വാസികളുടെ ഈ ബഹുദൈവ വിശ്വാസം ശിർക്ക് കൊണ്ട് അന്നത്തെ ദിവസം ഉപദ്രവമല്ലാതെ അവർക്ക് ശിക്ഷ ലഭിക്കുക എന്നതല്ലാതെ അതിലുപരിയായി കൊണ്ട് അവർക്കൊരു ആശ്വാസം ലഭിക്കുകയില്ല എന്നാണ് അള്ളാഹു അറിയിക്കുന്നത്. അവസാനത്തെ ആയത്ത് 30-ാമത്തെ ആയത്ത് ഫഅരിദ് അൻഹും വൻതളിർ ഇന്നഹും മുൻതളിറൂൻ. അതുകൊണ്ട് നീ അവരിൽ നിന്നും അവഗണനയോടെ തിരിഞ്ഞുകളയുക, പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുക. നിശ്ചയമായും അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഫഅരിദ്, അതുകൊണ്ട് നീ തിരിഞ്ഞുകളയുക, അവഗണിക്കുക, അൻഹും അവരെപ്പറ്റി, അവരിൽ നിന്ന്, വൻതളിർ കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഇന്നഹും നിശ്ചയമായും അവർ മുൻതളിറൂൻ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ നബിയെ, ഈ മുശ്രിക്കുകളുടെ കളവാക്കലിനെ കാര്യമാക്കാതെ അവരെ ഒഴിവാക്കിയേക്കൂ. അവർ ആ ശിക്ഷയെ കാത്തിരിക്കുകയാണ്. അവർക്ക് വന്നു ഭവിക്കാനുള്ള ശിക്ഷയെ അവർ കാത്തിരിക്കുകയാണ്. താങ്കളുടെ നല്ല ഒരു പ്രതിഫല നാളിനു വേണ്ടി പ്രതീക്ഷിച്ചിരുന്നോളൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. ഇതേ ആശയം സൂറത്തു അൻആമിൻ്റെ 106-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഇത്തബിഅ മാ ഊഹിയ ഇലൈക മിർ റബ്ബിക് ലാ ഇലാഹ ഇല്ലാഹു വഅരിദ് അനിൽ മുശ്രിക്കീൻ. നിനക്ക് നിന്റെ രക്ഷിതാവിങ്കൽ നിന്ന് ബോധനം നൽകപ്പെട്ടതിനെ നീ പിന്തുടരുക, അവനല്ലാതെ ഒരു ദൈവവുമില്ല. ബഹുദൈവവാദികളിൽ നിന്ന് നീ തിരിഞ്ഞു കളയുക. അപ്പോൾ അള്ളാഹു പ്രവാചകനോട് പറയുന്നത് എന്താണ്? ബഹുദൈവ വിശ്വാസികളോട്, നിന്നോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നും നീ അവഗണനയോടെ തിരിഞ്ഞു കളഞ്ഞേക്കൂ നബിയെ എന്നതാണ്. ഇവിടെ ഒരു ചർച്ച വരുന്നുണ്ട്. അഥവാ ബഹുദൈവ വിശ്വാസികളെ പാടെ ഒഴിവാക്കാനാണോ, അവരിലേക്ക് ദഅവത്ത് ചെയ്യാതെ അവരെ ഒഴിവാക്കാനാണോ അള്ളാഹു പറയുന്നത്? മുഫസ്സിറുകൾ പറയുന്നു, തീർച്ചയായും അതല്ല ഇവിടുത്തെ ഉദ്ദേശം. മറിച്ച് കുതർക്കികളായ, യാതൊരുവിധ ന്യായവുമില്ലാതെ അന്യായമായി കൊണ്ട് തർക്കിച്ചു കൊണ്ടിരിക്കുന്ന, സത്യം ബോധ്യപ്പെട്ടിട്ടും തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ബഹുദൈവ വിശ്വാസികളെ അവഗണനയോടെ അവരുടെ കളവാക്കുന്നതിൽ നിന്നും നീ മാറി നിന്നോളൂ, അവഗണനയോടെ നീ അവരെ ഒഴിവാക്കിക്കോളൂ എന്നതാണ് അവിടുത്തെ ഉദ്ദേശം. മറിച്ച് പാഠദഅവത്ത്, അവരിലേക്ക് ദീനെത്തിച്ചു കൊടുക്കുക എന്ന ബാധ്യത മറന്നുകൊണ്ട് പാടെ അവരിൽ നിന്നും വിട്ടുപോകാനല്ല അള്ളാഹു പറയുന്നത് എന്നാണ് മുഫസ്സിറുകൾ വ്യക്തമാക്കുന്നത്. ഹാദാ വല്ലാഹു തആല അഅലം. അപ്പോൾ ഇൻഷാ അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് കൊണ്ട് നമ്മൾ സൂറത്തു സജ്ദ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സൂറത്തു സജ്ദയ്ക്ക് വേണ്ടി നമ്മൾ നീക്കിവെച്ച എല്ലാ സമയവും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെയും ഉൾപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല ഒരു പര്യവസാനം നൽകി ഈമാനോടുകൂടെ മരണപ്പെടുന്ന അവസ്ഥ വിശേഷം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.